ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കച്ചവടങ്ങളാണ് പലതരത്തിലുള്ള. നമ്മൾ നടന്ന് ഇപ്പോൾ കൃഷ്ണ വാട്ടർ ബോളിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതോ അവിടെ കാണുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു കുപ്പി ബോട്ടിൽ വെള്ളം മേടിച്ചു കേട്ടോ. 25 രൂപ കേട്ടോ വെള്ളത്തിന്. ഇവിടെ ഒരാളൊന്ന് ഈ സാധനമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കൃഷ്ണ വാട്ടർ ബോൾ കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 450 മീറ്ററും കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന മഹിഷാസുര മർദിനി കേവ് കട്ടിങ്ങിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മണ്ഡപമുണ്ട്. നമുക്ക് എൻ്റെ മുകളിലേക്ക് പോകാൻ ദ്വാ സൈഡിൽ അതുവഴി സ്റ്റെപ്പുണ്ട് കേട്ടോ. നമുക്ക് അതുവഴി എന്തായാലും പോയി നോക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒരു മണ്ഡപമുണ്ട്. അതിൻ്റെ മുകളിൽ വേറൊരു മണ്ഡപമുണ്ട്. നമുക്കത് മുകളിൽ വഴി കയറി നോക്കാം. ഇവിടെ ഇങ്ങനെ കേട്ടോ അത് ശില്പങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ തൂണിലൊക്കെ 2 സിംഹത്തിൻ്റെ രൂപമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഭംഗിക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിൻ്റെ അകത്ത് നിന്ന് ഈ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റ് ചെയ്ത് അപ്പോൾ തന്നെ കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ച് ഇവിടെയും നമ്മൾ സൈൻ ചെയ്തായിരുന്നു. സൈനല്ല സീൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ട് പിന്നെ അകത്തേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ മുകളിലൊരു മണ്ഡപമുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് കയറി പോകണം. ഇതുപോലത്തെ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മുകളിലത്തെ മണ്ഡപം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം. ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ സൈഡിലൊരു നദി കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കടലിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മുകളിലാണ് ആ മണ്ഡപം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോയി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. നമ്മൾ കയറിങ്ങി മുകളിൽ വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ മണ്ഡപത്തിൽ ഇരിക്കുന്ന ആ ഒരു ശില്പങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. താഴെ ഒരു പാറയിൽ പണിയൊന്നും പൂർത്തിയാവാത്തൊരു പാറ ഇരിപ്പുണ്ട്. അവിടെ ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ മുകളിലേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതുവരെ പോയി നോക്കാം എൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത്. ഫുള്ളി മണ്ഡപത്തിന് ചുറ്റും ഇതുപോലെ കുത്തുമണികളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരോട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയില്ല. കാരണം ഇത്ര സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസ് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. ടവറിലേക്ക് കയറാനുള്ള ആ ഒരു വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും ഇപ്പോൾ ആരെയും മുകളിലേക്ക് കയറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ഈ മണ്ഡപത്തിൻ്റെ മുൻവശം വരുന്ന ഇത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇതിലേ ഇറങ്ങി ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരാം. നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത് കേട്ടോ. ഇനി തിരിച്ച് ഇതുവഴി ഇറങ്ങിയിട്ട് കൃഷ്ണ വാട്ടർ ബോൾ കാണാനായിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിൽ താഴേക്ക് പോകാം. AD 1900 നിർമ്മിച്ചതെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല വിഷ്വൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ചുറ്റിനുള്ള കാഴ്ചയൊക്കെ. ദൂരെ ഒരു ബസ് കിടപ്പുണ്ട്. ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നു അങ്ങ് കിടപ്പുണ്ട് കേട്ടോ ഒരു ബസ്. ആ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടതന്നെ കടലൊക്കെയാണ് വരുന്നത്. ആ സൈഡിൽ ബീച്ചിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മഹാബലിപുരത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കണ്ടാലും തീരാത്ത അത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുറേയൊക്കെ നടന്നു കണ്ടു. ഇനി ഒരുപാട് കിടപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം നടക്കും, പിന്നെ എവിടെയെങ്കിലും ഇരിക്കും, വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ പയ്യെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു വെള്ളം മേടിക്കണം കേട്ടോ. വെള്ളം മേടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതെവിടെ ചേച്ചി വെള്ളവും മാങ്ങയും അതൊക്കെ വിൽക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അപ്പുറത്ത് അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ. എടുത്തിട്ട് ആ ചേച്ചി പറഞ്ഞാൽ അവരെയൊക്കെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മൾ ഇടും. നമുക്ക് ഇവിടെ നിന്നൊരു വെള്ളം മേടിക്കാം കേട്ടോ. വെള്ളം സോഡ അല്ല, തണ്ണി പോയി. എവ്വളോ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു കുപ്പി ബോട്ടിൽ വെള്ളം മേടിച്ചു കേട്ടോ. 25 രൂപ കേട്ടോ വെള്ളത്തിന്. ഇവിടെ ഒരാളൊന്ന് ഈ സാധനമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. നേരത്തെ താഴെ കണ്ട പോലെ തന്നെ ഒരു മണ്ഡപം ഇവിടെ ഉണ്ട് കേട്ടോ. വേണ്ടോ, അതിൻ്റെ മുകളിലൊരു മണ്ഡപം പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പണി പൂർത്തിയായിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മണ്ഡപത്തിനെക്കാട്ടി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇത് കണക്ക് ഇങ്ങനെ കല്ലിങ്ങനെ ഇറക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഇവിടെ ഒരു കുളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതിൽ ആഴം ഉണ്ടാകുമെന്ന് അറിയത്തില്ല കേട്ടോ, എങ്കിലും വെള്ളമുണ്ട്. കണ്ടിട്ട് ആഴമുള്ള പോലെയാണ് തോന്നുന്നത് കേട്ടോ. ഇതവിടെ ഒരു സിംഹത്തിൻ്റെ ഒരു ശില്പം ചെയ്തിരിക്കാൻ കാണാം കേട്ടോ. ഇവിടെ എഴുതി വെച്ചാൽ മതിയാ ധർമ്മരാജാസ് റോക്ക് കട്ടിങ് സ്റ്റോൺ എന്നാണ്. അതാണ് കേട്ടോ ഈ സംഭവം. നമ്മൾ നടന്ന് ഇപ്പോൾ കൃഷ്ണ വാട്ടർഫോളിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതോ അവിടെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ചെത്തി എടുത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ വിദേശികളാണ് തോന്നുന്നു കേട്ടോ, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് തോന്നുന്നു. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ചരിവിലാണ് നിൽക്കുന്നത് കേട്ടത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ഇവിടെ ഇത് നിൽക്കുന്നത് വെച്ചാൽ ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ആ രീതിക്കാണ്, അത്രയ്ക്ക് വലുതാണ്. ഒരു ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടേ ഉള്ളൂ അതിൻ്റെ സൈഡിലൊക്കെ. എൻ്റെ പുണ്യ അത്രയ്ക്ക് വലുപ്പമുണ്ട്. ഓക്കെ, ഈ സൈഡ് നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കൃഷ്ണ വാട്ടർഫോൾ എന്ന് പറഞ്ഞ ആ ഒരു റോക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് തട്ടി നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ താഴേക്കൊക്കെ വരുമ്പോൾ ഇത് കണക്ക് കേട്ടോ നല്ല വൃത്തിയായിട്ടൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ചരിവിലാണ് ഈ ഒരു വലിയൊരു പാറ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിലേക്ക് ചെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങനെ തട്ടി നിൽക്കുന്നത്. ബാക്കി അതും തീരെ ചെറുതായിട്ടാണ് തട്ടിക്കുന്നത് കേട്ടോ. താഴെ നിന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ എന്നുള്ളത് നോക്കാം കേട്ടോ. എൻ്റെ മോനെ ഇത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. ആൾക്കാർ അത്രയും വന്നൊന്ന് ഫോട്ടോ എടുക്കുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു പാതി ഭാഗം കട്ട് ചെയ്ത കണക്കാണ് ആ റോക്ക് നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത കണക്കാണ് നിൽക്കുന്നത്. മഹാബലിപുരത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു ബുക്കാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ഉള്ള ആരാ വിൽക്കാൻ കൊണ്ട് വെച്ചിട്ട് പോയാണ്. അതിനെ കാണാനില്ല. ഈ മാവനാട്ടോ ആ ബുക്കൊക്കെ വിൽക്കാണ്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു റോക്കിൽ ആനയെന്ന് ശരിക്കണം കേട്ടോ. ഇതുണ്ടോ, ഒരു വലിയൊരു ആനയും അതിൻ്റെ സൈഡിലൊരു ആനയുടെ തുമ്പിക്കയും അതിൻ്റെ താഴെ ചെറിയൊരാന. ഇവിടെ ഒരു ആന, ഒരു മയിലിൻ്റെ കുരങ്ങൻ്റെയൊക്കെ രൂപം കേട്ടോ. ആനയുടെ രൂപം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടേക്ക് എന്തൊക്കെ പണികൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ചെത്തിയെടുത്താണ്. പിന്നെ വർക്ക് നടന്നില്ലെന്ന് തോന്നുന്നു. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ വെളിയിൽ. ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കച്ചവടങ്ങളാണ്, പലതരത്തിലുള്ള. കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ
പുറത്ത് വിൽക്കാനായിട്ട് ഞാൻ സാധനമാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ ബോളിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.